ലേശം മടിയൊക്കെ ആണെങ്കിൽ നമ്മൾ പിറന്നാളുകാരൻ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ഇന്ന് പിറന്നാളാണല്ലോ, പിന്നെ അമ്പലത്തിലേക്ക് ഒന്ന് പോയേക്കാന്നുള്ളത്. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഈ സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമില്ല, അതൊക്കെ എന്താണ് സ്നേഹം മാത്രം എന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്കിതിനോടൊക്കെ. പിന്നെ ഞാൻ മനസ്സിലാകുന്നുണ്ട് നമ്മൾ എത്ര വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ സർപ്രൈസ് തരിക, ഗിഫ്റ്റ് തരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതുന്നുണ്ടായിരുന്നു ഈ ഒരു ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആക്കണം, ഗിഫ്റ്റൊക്കെ കൊടുക്കണം, ഇതൊക്കെ ഒരു രസമല്ലേ, കൊല്ലത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു പ്രാവശ്യം വരുന്നതല്ലേ, അതൊക്കെ ഭയങ്കര നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ എന്താ ഒരു ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് ബോക്സ് കൊടുത്ത് ഭയങ്കര സന്തോഷമായി. സംഭവം ഞാൻ ഒരിക്കലും ഇങ്ങനെ കൊടുക്കാത്ത ഒരാളാണ്. അപ്പോൾ എന്തായാലും അപ്രത്യക്ഷമായിട്ട് തന്നെ സന്തോഷമാവുമല്ലോ. അങ്ങനെ അതൊക്കെ ഇട്ടത് അവിടെ ഒരു വലിയ ഷോപ്പൊക്കെ നടത്തുകയായിരുന്നു. എന്തായാലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല അടിപൊളി കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി കേക്ക് കട്ടിങ് ആയിരുന്നു. നമ്മുടെ കുച്ചാടി കേക്ക് റെസ്റ്റോറൻ്റാണ് കേക്ക് നമുക്ക് വീട്ടിൽ അവർ കൊണ്ടുത്തരും. അടിപൊളി സൂപ്പർ കേക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.